സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കെ പ്രകൃതി ദുരന്തത്തിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ 3 വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്കായി 11 വർഷമായി റിപ്പബ്ലിക് ദിനത്തിൽ ഉപജില്ലാ തലത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച ഒരു സർക്കാർ വിദ്യാലയം കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളാണ് ഇത്തരത്തിൽ മാതൃകാ പ്രവർത്തനം നടത്തിവരുന്നത്. തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കെ പ്രകൃതി ദുരന്തത്തിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ വിദ്യാർത്ഥികളായ ഷറഫുദ്ദീൻ, സച്ചിൻ ബിജു, മുഹമ്മദ് റഫ്സൽ എന്നിവരുടെ ഓർമ്മയ്ക്കായി സ്കൂളിൻ്റെ PTA കമ്മിറ്റിയും അധ്യാപകരും ചേർന്ന് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ മുക്കം ഉപജില്ലയിലെ യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ് 11 വർഷം പിന്നിടുന്നത്. എല്ലാ വർഷവും ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഈ വർഷത്തെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ SKAUP സ്കൂൾ കൊടിയത്തൂർ ജേതാക്കളായി. മുക്കം ഉപജില്ലയിലെ 14 സ്കൂൾ ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഫൈനലിൽ GUPS മണാശ്ശേരിയെ പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് കൊടിയത്തൂർ പരാജയപ്പെടുത്തിയത്. സീസൺ 11 ഉദ്ഘാടനം മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ജസീർ കാർണത്ത് കിക്ക് ഓഫ് ചെയ്തു. പ്രധാനാധ്യാപിക ബി ഷെറീന അധ്യക്ഷയായി. സ്കൂളിൽ നിന്നും പൊലിഞ്ഞുപോയ വിദ്യാർത്ഥികളുടെ പേരിൽ ഇത്തരത്തിൽ 11 വർഷമായി ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മാതൃകാപരമാണെന്നും അതിലൂടെ നിരവധി പ്രതിഭകളെ കണ്ടെത്താൻ കഴിയുമെന്നും ജസീർ പറഞ്ഞു. ടൂർണമെന്റ് നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ വളരെ ചാൻസ് കുറവാകും. സ്പോർട്സിന്റെ ഒരു കളി കഴിഞ്ഞാൽ പിന്നെ ടൂർണമെന്റ്സ് ഒന്നും അങ്ങനെ കിട്ടാറില്ല. ഏതായാലും ഇത് വളരെ നല്ലതാണ്. നല്ല ടാലന്റേഴ്സിന് കടന്നു വരാനുള്ള ചാൻസാണ്. നല്ല സ്പോർട്സ്മാൻഷിപ്പോടുകൂടി നല്ല കളി കാഴ്ചവെക്കാൻ എല്ലാവരും ശ്രമിക്കുക. വിജയികൾക്ക് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, സ്കൂൾ SMC ചെയർമാൻ സോജൻ മാത്യു എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ, MPTA പ്രസിഡന്റ് ലിസ്ന സാബിക്, പാബു വടക്കമുറി എന്നിവർ സംസാരിച്ചു. കായികാധ്യാപകൻ പ്രദീപ്, സതീഷ് വടക്കുമുറി എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.